S22 Ultra ഒക്കെ നല്ല ഫ്രഷ് കണ്ടീഷനുള്ള ഫോൺ 6 മാസത്തെ വാറന്റിയോടുകൂടി ബിഷോപ്പറിൽ ഇപ്പോൾ വെക്കുന്നത് 42,000 രൂപ 31,000 രൂപ കുറച്ചിട്ടാണ് ബിഷോപ്പറിൽ S25 Ultra. S24 അൾട്രനേറ്റ് റൈറ്റ് കുറച്ചിട്ടാണ് ബിഷോപ്പറിൽ ഇപ്പോൾ S25 Ultra സെയിൽ ചെയ്യുന്നത്. ബോക്സ് കണ്ടില്ലേ, ഓപ്പോയിൽ വിവോയിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം റെഡ്മിൻ്റെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഇതൊക്കെ പുതിയ കളക്ഷൻ സ്റ്റോക്ക് വന്നതാണ്. പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീട് നമ്മുടെ ബിഷോപ്പറിലാണ് ഉള്ളത്. ക്ഷമിക്കാം, ഇപ്രാവശ്യം എങ്ങനെയാണ്? ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സാംസങ്ങിൻ്റെ അൾട്രാ സീരീസ്, ഐഫോണ്, കൂടുതൽ കസ്റ്റമറും ചോദിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. സാംസങ്ങിൻ്റെ സീരീസ് അൾട്രാ സീരീസ് ഉണ്ടോ, അതിൽ S22 Ultra ഉണ്ട്, S23 Ultra ഉണ്ട്, 24 Ultra ഉണ്ട്. 4-5 ദിവസം മുമ്പ് വന്ന് S25 Ultra വരെ ഇപ്പോൾ ബിഷോപ്പർ സ്റ്റോക്ക് ഉണ്ട്, യൂസ് സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ നമുക്ക് ചെറിയ ഫോൺ 10 രൂപ എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കുകളാണ്. ഡീറ്റെയിൽ നോക്കാം. ഫുള്ള് ബോക്സ് പീസ് ആണല്ലോ അല്ലേ? അധിക കസ്റ്റമറും ചോദിക്കലുണ്ട് ബോക്സ് പീസ്, കമ്പനി വാറന്റി ഒക്കെ ബാക്കിയുള്ള ബോക്സ് പീസുകൾ ഉണ്ടോ. അങ്ങനത്തെ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടി ഒരുപാട് ഈ കാണുന്നൊക്കെ ഓപ്പോ, വിവോ, റെഡ്മി, സാംസങ് കമ്പനികളുടെ കമ്പനി വാറന്റി ബാക്കിയുള്ള ബോക്സ് പീസുകൾ. കമ്പനി വാറന്റി ബാക്കി, അതായത് ചാർജർ, ഇയർഫോൺ ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് റെഡ്മി നോട്ട് 14 Pro. ഫ്രഷ് പീസ് തന്നെ പറയാം, ഒരു പൊടി സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആക്സറീസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജർ ഫ്രഷ് ബോക്സിന് എടുത്താൽ എങ്ങനെ ഉണ്ടോ ആ കണ്ടീഷനിലെ ഒരുപാട് ബോക്സ് പീസുകൾ ഇതൊക്കെ 11 മാസം കമ്പനി വാറന്റി ബാക്കിയുണ്ട്. 11 മാസം, ഒരു വർഷമാണ് പുതിയ ഉണ്ടാവുക. ജസ്റ്റ് ബോക്സ് പൊട്ടിച്ച് 11 മാസം കമ്പനി വാറന്റി ബാക്കിയുള്ള 12 GB റാം, 512 GB സ്റ്റോറേജ് വരുന്ന ഫോൺ. 12 GB റാം. ഇതിന്റെ ഒക്കെ പുതിയ സ്റ്റോക്ക് വന്നാണ്. ഇതിന്റെ ഒക്കെ പ്രൈസ് നമ്മളെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ കസ്റ്റമർക്ക് ഇതിന്റെ വാറന്റിയും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ബോക്സിൽ എന്തൊക്കെ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇതിനൊക്കെ നമ്മൾ പിന്നെ 0 ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസും കൊടുക്കുന്നുണ്ട്. 0 ഡൗൺ പേയ്മെന്റ്. ഒരു യൂസ്ഡ് ഫോൺ അല്ലെങ്കിൽ ഫ്രഷ് ഫോൺ എടുക്കാൻ താല്പര്യമുള്ള നേരിട്ട് ബിഷോപ്പറിലേക്ക് വന്നാൽ അവർക്ക് ഫ്രഷ് ഫോണിൻ്റെ അതേ കണ്ടീഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒരു യൂസ്ഡ് ഫോണ് പരമാവധി പ്രൈസ് കുറച്ചിട്ട്, കമ്പനി വാറന്റി ഒക്കെ ചിലപ്പോൾ 1-2 മാസമേ കുറവുണ്ടാവും, പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് ഫ്രഷ് യൂസ്ഡ് ഫോൺ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് 1 രൂപ പോലും തരാതെ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും. സാധാരണ യൂസ്ഡ് ഫോൺ എവിടെ അങ്ങനെ ഫിനാൻസ് കൊടുക്കാറില്ല. ബിഷോപ്പറിൽ എന്ത് ചെയ്യുക, അവർക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. സിബിൽ സ്കോർ ഓക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ. അപ്പൊ നമുക്ക് എന്താ ഐഫോൺ ഒക്കെ വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ഐഫോൺ ഒന്നും വാങ്ങുകയില്ല. അപ്പൊ യൂസ്ഡ് ആകുമ്പോൾ ഒരു സാധാരണക്കാരന് 1 രൂപ പോലും കയ്യിലില്ലെങ്കിലും എന്ത് ചെയ്യുക, അവർക്ക് സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ നേരിട്ട് ബിഷോപ്പറിലേക്ക് വന്നിട്ടാണെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് മൊബൈൽ വേണോ, കാലി ഫോൺ മാത്രം മതിയെങ്കിൽ ആ ടൈപ്പുള്ള കൊടുക്കാം. ഒരു 6,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6,000 രൂപ മുതൽ ഏതാണ്ട് 1,00,000 രൂപ വരെയുള്ള ഫോണുകൾ ഇപ്പോൾ ബിഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുമോ? അവരെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് വാല്യൂ മറ്റെവിടെ കിട്ടുന്നതിന് പരമാവധി പ്രൈസ് കൂട്ടി കൊടുത്തിട്ട് അവരുടെ ഫോണിൻ്റെ കണ്ടീഷൻ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ കണ്ടീഷൻ അനുസരിച്ച് നല്ല നീറ്റുണ്ട് അതിന് പരമാവധി പ്രൈസ് നമ്മൾ കൊടുക്കും. ആ രീതിയിൽ എന്ത് ചെയ്യുക, അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു 4G ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ 5Gക്ക് മാറ്റണമെങ്കിൽ വലിയൊരു ആഗ്രഹമായിരിക്കും. പക്ഷേ അവർക്ക് പേയ്മെൻറ്റ് നോക്കുമ്പോൾ ചെറിയ കയ്യിലുള്ള ഫോൺ എക്സ്ചേഞ്ച് ചെയ്തതിൽ ചെറിയൊരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 5G ഫോൺ ആക്കാം. ഇനി അതല്ല 5G ഫോണിലേക്ക് ഫുള്ള് ഫിനാൻസ് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള 4G ഫോൺ അല്ലേ അവരുടെ കയ്യിലുള്ള പഴയ ഫോൺ എന്താ ഇവിടെ ക്യാഷിന് സെയിലാക്കി ഇരുന്ന് ചെയ്യുക, ഫോണും കൊണ്ടുപോവാ, ക്യാഷും കൊണ്ടുപോവാ, ബാക്കി മാസം എന്താക്കിയത് EMI ഇട്ടിട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാ ഓപ്ഷനും ബിഷോപ്പറിലുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒക്കെ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ ആപ്ലിക്കേഷനിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ ഓപ്പോയുടെ F27 Pro Plus എന്ന മോഡലാണ്. കയ്യിൽ നിന്ന് എഴുത്ത് വീണുപോലെ വലിയ കുഴപ്പമില്ല, വെള്ളത്തിൽ മുക്കിയിടാം. വാട്ടർ പ്രൂഫാണ്. ഈ ഫോണൊക്കെ വരുന്ന പ്രൈസ് ഏതാണ്ട് 20-21 റേഞ്ചിലാണ് വരുന്നത്. ഫുൾ ബോക്സ് ചാർജർ 30 റേഞ്ചിൽ വരുന്ന ഫോണാണ്. 10 രൂപ വ്യത്യാസം വരുന്നുണ്ടല്ലേ? ഏതാണ്ട് 10 രൂപേൻ്റെ അടുത്ത് വ്യത്യാസം വരും. കമ്പനി വാറന്റി 10 മാസം 8 മാസം ആ റേഞ്ചിൽ കമ്പനി വാറന്റി ബാക്കിയുണ്ടാവും. ഈ കാണുന്ന ബോക്സ് പീസുകളൊക്കെ കണ്ടില്ലേ, ഓപ്പോയിൽ വിവോയിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം റെഡ്മിൻ്റെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഇതൊക്കെ പുതിയ കളക്ഷൻ സ്റ്റോക്ക് വന്നതാണ്. എല്ലാത്തിനും iPhone 14 Plus ഒരു ഇതെല്ലാ ഫോണും ഉണ്ട്, കമ്പനി വാറന്റി ബാക്കിയുണ്ട്. അപ്പോൾ ഈ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒക്കെ പുതിയ സ്റ്റോക്കിൽ വന്ന് 10 രൂപ 12 രൂപ റേഞ്ചിൽ വരുന്ന 5G ഫോണുകൾ, അതായത് പുതിയതിൻ്റെ ഏതാണ്ട് ഒരു പകുതി പൈസ വരെ വരുന്ന പ്രൈസ് റേഞ്ചിൽ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് ഫോൺ വാങ്ങിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യുക, കമ്പനി വാറന്റി ബാക്കിയില്ലാത്ത ഫോണുകളാണോ 6 മന്ത് ബിഷോപ്പറിൻ്റെ 6 മാസം വാറന്റി നമ്മൾ കൊടുക്കും. ഇതിലൊക്കെ ഉണ്ട് ഒരുപാട് ബോക്സ് പീസുകൾ. ഇപ്പോൾ ഓപ്പോയുടെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ പെട്ട ബോക്സ് പീസുകൾ. അപ്പോൾ യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ വാറന്റിന്റെ കാര്യം ടെൻഷൻ ആവേ വേണ്ട. ഇവിടെ പേരുകൊണ്ട് മാത്രമേ യൂസ്ഡ് എന്നുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുണ്ടോ
ആ രീതിയിലുള്ള ബോക്സ് പീസുകളാണ് നമ്മൾ ക്വാളിറ്റി ഉണ്ടല്ലേ ഇതിന്റെയൊക്കെ? ഒരു വാര പോലും വീണില്ല. യൂസ്ഡ് ആണെന്ന് അറിയിക്കാനുള്ള ഒരു പൊടി പോലും അതിന്റെ മുകളിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഫോണുകൾ മാത്രമാണ് ബിഷോപ്പിൽ യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. സാംസങ്ങിന്റെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സീരീസ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്നതാണ് സാംസങ്ങിന്റെ എസ് സീരീസ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുകയാണ് അൾട്രാ സീരീസ്. അൾട്രാ സീരീസ് എല്ലാം ഇപ്പോൾ ബിഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു S22 അൾട്രാ. S22 അൾട്രാ ഒക്കെ നല്ല ഫ്രഷ് കണ്ടീഷനുള്ള ഫോണ്. 6 മാസത്തെ വാറന്റിയോടുകൂടി ബിഷോപ്പറിൽ ഇപ്പോൾ വെക്കുന്നത് 42,000 രൂപ. ബോക്സ് പീസാണ്. 6 മാസം വാറന്റി ഉണ്ട്. കണ്ടിട്ടാണെങ്കിൽ ഫ്രഷ് കണ്ടീഷൻ. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുത്തുമ്പോൾ ഈ കണ്ടീഷൻ പറയുന്നുണ്ട് അറിയാം. മാർക്കറ്റിൽ ഇതിന് പ്രൈസ് കുറച്ച് കിട്ടുമെന്ന് പല കസ്റ്റമറും പറയും. പക്ഷേ നമ്മൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫ്രഷ് ഏത് കണ്ടീഷൻ ഉണ്ടോ ആ കണ്ടീഷനിലെ യൂസ്ഡ് ഫോൺ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ എടുത്തിട്ട് സെയിൽ ചെയ്യൂ. വൃത്തി കുറവുള്ളതോ സ്ക്രാച്ച് ഉള്ളതോ ഒന്നുള്ളത് ബിഷോപ്പിൽ സെയിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 100% നീറ്റ് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ അത് കഴിഞ്ഞാണെങ്കിൽ 22 അൾട്രാ കഴിഞ്ഞാൽ 23 അൾട്രാ ഉണ്ട്. 23 അൾട്രാ ഒക്കെ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ S25 അൾട്രാ ഇറങ്ങുന്ന തൊട്ട് മുമ്പ് വരെ 68 രൂപ 70 റേഞ്ചിൽ വിറ്റുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ S25 അൾട്രാ വന്നതോടുകൂടി എന്തായി പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നീറ്റ് 100% നീറ്റ് ഉള്ള ഫോണ് ഇപ്പോൾ ബിഷോപ്പിൽ 6 മാസത്തെ വാറന്റിയിൽ സെയിൽ ചെയ്യുന്നത് 54,000 രൂപ. 54 ഉണ്ട്, 53 ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ സെയിൽ ചെയ്ത് 52 ഉണ്ട്. അതായത് ഓരോ ഫോണിന്റെ കണ്ടീഷൻസിനനുസരിച്ച് ചെറിയ പൗച്ചിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിനനുസരിച്ച് റേറ്റ് കുറയും. അപ്പോൾ 100% നീറ്റ് ആണെങ്കിൽ അതിന് മാർക്കറ്റ് കുറച്ച് റേറ്റ് കൂടുകയും ചെയ്യും. ഫോണിന്റെ വൃത്തിക്കും കണ്ടീഷൻസും അനുസരിച്ചാണ് നമ്മൾ ബിഷോപ്പിൽ പ്രൈസ് ഇടുന്നത്. പിന്നെ 24 അൾട്രാ 12 GB 512 12 GB 256 കമ്പനി വാറന്റികളുണ്ട്, TRAPs ഉണ്ട്. ഓരോന്നിനും ഓരോ പ്രൈസുകളാണ്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ 72 മുതൽ 79 വരെ വരുന്നുണ്ട്. 24 അൾട്രാ 12 GB 256 12 512 ഇതിൻ്റെയൊക്കെ വേരിയന്റും പ്രൈസൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ നോക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എത്ര ബാക്കിയുണ്ട്, എന്തൊക്കെ ആക്സറീസ് ഉണ്ട്, ഇനി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെല്ലാം നമ്മളെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് അയച്ചു. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, EMI ഉണ്ട്. ഇതിനൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് സിവിൽ സ്കോറിലെ ആളുകൾക്കാണെങ്കിൽ ₹1 പോലും തരാതെ എന്ത് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു S22 അൾട്രാ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് അത് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്കി പൈസ എന്ത് ചെയ്യുക ഫിനാൻസ് ഇട്ടിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ബിഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്ന് കഴിഞ്ഞ 5-6 ദിവസമായിട്ടേ ഉള്ളൂ S25 അൾട്രാ വന്നിട്ട്. 1,40,000 രൂപ പുതിയ വരുന്ന S25 അൾട്രാ ജസ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കസ്റ്റമർ സിം ഇട്ട് ഉപയോഗിച്ചിട്ടില്ല. 1 വർഷത്തെ വാറന്റിയിൽ ബിഷോപ്പിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് 1,09,000 രൂപ. 1,09,000 രൂപ, ഏതാണ്ട് 31,000 രൂപ കുറച്ചിട്ടാണ് ബിഷോപ്പിൽ S25 അൾട്രാ. S24 അൾട്രനേറ്റ് റേറ്റ് കുറച്ചിട്ടാണ് ബിഷോപ്പറിൽ ഇപ്പോൾ S25 അൾട്രാ സെയിൽ ചെയ്യുന്നത്. അതും 12 GB റാം 512 GB സ്റ്റോറേജ് S25 അൾട്രാ. ഒന്നും പൊട്ടിച്ചിട്ടില്ല, സ്റ്റിക്കർ വരെ കളഞ്ഞിട്ടില്ല. കസ്റ്റമർക്ക് 1 ഇയർ വാറന്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ S24 ഉണ്ട്. S24 ഒക്കെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡ് ആട്ടോ. നല്ല നീറ്റുള്ള S24 ബിഷോപ്പിന്റെ 6 മാസത്തെ വാറന്റി സെയിലിന് 42,500. ഇതൊക്കെ നീറ്റ് ഉണ്ടല്ലേ, ഫ്രഷ് കണ്ടീഷൻ കേട്ടോ. പിന്നെ S സീരീസിലേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന്റെ താഴോട്ട് വരികയാണെങ്കിൽ S22 256 GB സ്റ്റോറേജ് ഉള്ള S22 സ്നാപ്ഡ്രാഗൺ പ്രോസസർ വരുന്നതാണ്. ഇപ്പൊ ബിഷോപ്പിൽ സെയിൽ ചെയ്യുന്ന റേറ്റ് 25,000. ഇതിന്റെയൊക്കെ നീറ്റ് ഉണ്ടല്ലേ, ഫ്രഷ് ഏത് കളറാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്ന ഫോണ്. 256 GB സ്നാപ്ഡ്രാഗൺ വരുന്ന റേറ്റ് ബോക്സ് പീസ് 25. അപ്പോൾ S21 പ്ലസ് ഉണ്ട്. അതെ, S21 പ്ലസ് ഒക്കെ വരുന്ന റേറ്റ് 26 റേഞ്ചിൽ. പിന്നെ S21 FE ഉണ്ട് ബോക്സ് പീസ്. ഇത് സ്നാപ്ഡ്രാഗൺ 256 GB ബോക്സ് പീസ് വരുന്നത് 20 രൂപ. 128 GB വരുന്നത് 17 രൂപ. 17,020 ബോക്സ് പീസ് 256 GB. പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ ഒരുപാട് കിട്ടുന്ന ഫോൺ S20 5G എന്ന് പറഞ്ഞ മോഡൽ. ഇത് ജപ്പാൻ പീസാണ്, ഇന്ത്യൻ പീസ് അല്ല, പുറത്തുനിന്നാണ്. ഇവിടെ 5G കിട്ടാൻ പ്രയാസമാണ്. 5G ഫോണാണ്, അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ഫോണാണ്. ഇത് തന്നെ പ്രൈസ് 16,000 രൂപ. ഫ്രഷ് പോലത്തെ ഒരു കണ്ടീഷനിലെ ഫോൺ. ഇതൊക്കെ നല്ല പ്രൈസ്. ഇന്ത്യൻ പൈസ ഏതാണ്ട് 80,000 രൂപയ്ക്ക് പുതിയ വന്ന ഫോണാണ്. ഇപ്പൊ നമ്മൾ 6 മന്ത് വാറന്റിയിൽ ചെയ്യുന്നത് 16 രൂപ. പിന്നെ സാംസങ്ങിന്റെ S20 FE ബോക്സ് പീസ് വിൽക്കുന്ന പ്രൈസ് 14 രൂപ. ബോക്സ് ചാർജർ എല്ലാം ഉണ്ട്, 6 മാസം വാറന്റി ഉണ്ട്. അപ്പോൾ ബിഷോപ്പറിൽ ഇപ്പോൾ എന്തുണ്ട്,
കസ്റ്റമർ ചോദിക്കുന്ന എസ് സീരീസ് ഒരു ഇത് എല്ലാ മോഡലും എസ്സിൽ വരുന്ന എല്ലാ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഞാൻ താഴെ കുറെ സാധനങ്ങൾ കണ്ടു. വേറെ പിന്നെ വെറൈറ്റി സാധനങ്ങൾ, ഒരു വെറൈറ്റി സാധനം നമുക്ക് പരിചയപ്പെടുത്താനുള്ള ബെൽമുഡ. ബെൽബുഡ ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഇത് കമ്പനിയിൽ നിന്ന് ഉപയോഗിക്കാണ്ട് വരുന്ന ഫ്രഷ് ഫോണ്. ഓക്കെ, ഇത് സിമ്മിട്ട് ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിച്ച ഫോണല്ല, പുതിയ ഫോണ്. ഇത് യൂസ്ഡ് വരുന്നുണ്ട് 9500 10 റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് തീരെ ഉപയോഗിക്കാത്ത ഫ്രഷ് ഫോൺ വരുന്നത് 12500. 12500 അല്ലേ? 10 ദിവസം ചെക്കിങ് ക്യാൻഡിലാണ് നമ്മൾ കൊടുക്കുക. കാരണം ഇത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല, ജപ്പാന്റെ പ്രൊഡക്റ്റ് ആണ്. അടിപൊളി ക്യാമറ. നമ്മൾ S24 അൾട്ര ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അതായത് 1.25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഫോണിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി 12,500 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഈ ഫോൺ ഉണ്ട് എന്ന് ആരും വിശ്വസിക്കൂല. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെക്ക് തെളിയിച്ച് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ. എന്തായാലും അത് ഉൾപ്പെടും. ഇത് 5G ഫോണാണ്. ഇന്ത്യൻ ബാൻഡിൽ 5G കിട്ടുമോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. 5G ഫോണാണ്. 6GB റാം ഉണ്ട്, 128GB സ്റ്റോറേജ് ഉണ്ട്. ക്യൂട്ടാണ് സാധനം, ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഫിംഗറൊക്കെ വരുന്നുണ്ട്. നമ്മൾ കയ്യിൽ വെച്ചാൽ ഉള്ളം കയ്യിൽ വെച്ച് ഫോൺ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഫോൺ കാണൂല, നമുക്ക് ഫോൺ ചെയ്യാം. അത്രയും ഫീച്ചേഴ്സ് ഫോണാണ്. ഇത് നല്ല ക്വാണ്ടിറ്റി, ഏതാണ്ട് 15ഓളം ഫോൺ ഇതാ ഈ പബ്ലിക് ഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂസ്ഡ് അല്ല. യൂസ്ഡ് വരുന്നത് 9500 10 റേഞ്ചിൽ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാത്ത ഫ്രഷ് ഫോണാണ്, ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ബാക്കി നോക്കില്ല കൗണ്ടറിലെ ഇതൊക്കെ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന ഐഫോണിന്റെ സീരീസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 11 12 13 14 15 വരെയുള്ള 16 വരെയുള്ള എല്ലാ മോഡലും ഇപ്പോൾ ബ്ലിഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്. ഐഫോൺ സ്റ്റാർട്ടിംഗ് ഐഫോൺ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ വരുന്നത് ഐഫോൺ SE2 എന്നാണ് മോഡലാണ്. ഐഫോൺ SE ഇപ്പോൾ നിലവിൽ അപ്ഡേഷനുള്ള മോഡലാണ്. 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിന് വരുന്ന പ്രൈസ് 11,000 രൂപ. 11,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഫോൺ XRന്റെ തൊട്ടടുത്ത മോഡൽ XR വരുന്നത് 13,800. പിന്നെ 13 വരുന്നുണ്ട് 27, 28, 30. 13 Pro ഒക്കെ ഒരു 42 ആ റേഞ്ചിൽ 13 Pro ഉണ്ട്. 46 രൂപക്ക് 13 Pro Max ബോക്സ് പീസ് ഉണ്ട്. ഒരുപാട് കൗണ്ടർ ഉണ്ട്. അതെ, പിക്സലിന് കുറെ സീരീസ് ഉണ്ടല്ലേ നമുക്ക്. ഈ കൗണ്ടറിൽ നമ്മൾ നോക്കുന്ന കുറച്ച് പ്രീമിയം ഫോണുകൾ പരിചയപ്പെടുത്താം. പിക്സലിന്റെ 7 Pro ഉണ്ട്, പിക്സൽ 8 Pro ഉണ്ട്, പിക്സൽ 8 ഉണ്ട്, പിക്സൽ 7 ഉണ്ട്. ഇതൊക്കെ പ്രൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ 7 Pro ഉണ്ട് 256GB. നോൺ ആക്റ്റീവിൽ വരുന്നതാണ്. 6 month വാറണ്ടിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് 35,000 രൂപ. 6 month വാറണ്ടിയിൽ 35,000 രൂപ. പിന്നെ 256GB കേട്ടോ. 256GB ആണ്. അതെ. അപ്പോൾ തന്നെ പിക്സൽ 8 Pro ഉണ്ട്. 8 Pro എന്ന് പറഞ്ഞാൽ 512GB. പിക്സലിൽ 512GB വരല് വളരെ റയറാണ്. 512GB വരുന്ന പിക്സൽ 8 Pro 12GB റാം വരുന്നുണ്ട്. വരുന്ന പ്രൈസ് 49,000 രൂപ. നോൺ ആക്റ്റീവ് പീസ് ആട്ടോ. കസ്റ്റമർ യൂസ് ചെയ്ത പീസ് അല്ല, നോൺ ആക്റ്റീവിൽ വരുന്നതാണ്. അതുപോലെ പിക്സൽ 8 ഉണ്ട്, ഇന്ത്യൻ വാറണ്ടി ബാക്കിയുള്ളതാ. ഏതാണ്ട് 8 മാസം ഇന്ത്യൻ വാറണ്ടി ബാക്കിയുള്ള ബോക്സ് പീസ്. വരുന്ന പ്രൈസ് 35,000 രൂപ. പിക്സൽ 8. പിന്നെ പിക്സൽ 7 ഉണ്ട് 256GB. 256GB നോൺ ആക്റ്റീവിൽ വന്ന പിക്സൽ 7 വരുന്ന പ്രൈസ് 27,000. അതുപോലെ പിന്നെ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഐഫോണ്, അതുപോലെ മോട്ടോന്റെ ഫ്ലിപ്പ് അത് 36 രൂപ. അതെ, ഇവിടെ ഫ്രണ്ട് സ്ക്രീൻ വരും. വീഡിയോ എടുക്കാനൊക്കെ ബാക്കിലെ ക്യാമറ ഉപയോഗിക്കുന്ന ഫ്രണ്ടിലാക്ക് കാണാം ഏത് രീതിയിലാന്നുള്ളത്. ബാക്ക് ക്യാമറ കൊണ്ട് നമുക്ക് ഫ്രണ്ടിലാക്ക് ഷൂട്ട് ചെയ്യാം. അതെ, സെൽഫി മാതിരി. ഐക്യൂന്റെ ഒക്കെ മോഡൽ ഉണ്ടല്ലോ. ഐക്യൂന്റെ ഒക്കെ മോഡൽ ഉണ്ട്. ഐക്യൂ ഗെയിമിംഗ് ഫോൺ IQ 7 ലെജൻഡ് 18 രൂപ. 18,000 രൂപ അല്ലേ ഗെയിമിംഗ് ഫോൺ. ഫ്രഷ് ഫോൺ കേട്ടോ, ഫ്രഷ് പോലത്തെ ഫോൺ. നമ്മളിപ്പോഴും ഈ ബോക്സ് പൊട്ടിച്ചെടുക്കുന്ന ബോക്സ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട്. അതിപ്പോ കേരളത്തിൽ ട്രെൻഡ് ആക്കിയിട്ട് ബ്ലിഷ് ഓഫറാണ്. ഫ്രഷ് ബോക്സ് പൊട്ടി സെക്കൻഡ് ആക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ട്രെൻഡ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് EMI കിട്ടും അല്ലേ? നത്തിങ് ഒക്കെ 27 രൂപ. നത്തിങ് 2 12GB റാം 256GB സ്റ്റോറേജ് വരുന്നുണ്ട്. 12GB 512 വരുന്നുണ്ട് 29 രൂപ. കമ്പനി വാറണ്ടി ബാക്കിയുള്ള ബോക്സ്. നമ്മൾ ചോദിച്ച സാധനം സെക്കൻഡ് ആക്കണേ. നിങ്ങളെ മുന്നിൽ നിന്ന് പൊട്ടിച്ചു തരും പുതിയ ഫോണ്. ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ ജസ്റ്റ് ബോക്സ് പൊട്ടിച്ചാണ് കസ്റ്റമർ കാട്ടി കൊടുക്കാൻ വേണ്ടി. ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. 1 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. 1 year വാറണ്ടി. പുതിയ റേറ്റ് തന്നെ 25 ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്താൽ 21,500. വിവോന്റെ Y300 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഇങ്ങനത്തെ ഒരുപാട് മോഡൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവലുണ്ട്. അതുപോലെ വിവോന്റെ V40 ഉണ്ട്.
V40 ഒക്കെ ഇങ്ങനെ V40 256 GB വരുന്നത് 38 രൂപ പുതിയ വരുന്നതാണ്. നമുക്ക് 33 കൊടുക്കാം. 5000 രൂപ കുറച്ചിട്ട് ബോക്സ് പൊട്ടിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ആക്കി കൊടുക്കാം. V40 Pro ഒക്കെ 54 ആ റേഞ്ചിൽ വരുന്നതാണ്. 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്നത്. ഇപ്പൊ സെയിലിന് 38,000 രൂപ അല്ലേ? നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. V40 ഉണ്ട് 12 GB റാം 512 വരുന്നത്. സെയിലിൽ നിന്ന് 36,500. 36,500. X100 Pro ഉണ്ട്. കമ്പനി വാറണ്ടി ബാക്കിയുള്ളതാണ്. ഇത് വരുന്ന പ്രൈസ് 53,000 രൂപ അല്ലേ? X90 ഉണ്ട് 35. X200 ഉണ്ട്, ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. പുതിയത് 69 രൂപ വരുന്നതാണ്. ആക്ടിവേഷൻ ചെയ്യാത്ത പീസ് 58,000 രൂപ അല്ലേ? ഏതാണ്ട് 96 ആ റേഞ്ചിൽ വരുന്നതാണ് വിവോന്റെ X200 Pro. തീരെ യൂസ് ചെയ്തിട്ടില്ല, ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് 80 രൂപ. 80,000 രൂപ. ഏതാണ്ട് 16,000 രൂപ കുറച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രഷ് ഫോൺ 1 ഇയർ വാറണ്ടിയിൽ. 1 ഇയർ വാറണ്ടിയിൽ എപ്പോഴാണ് അവർ സിം ഉണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് 1 വർഷം വാറണ്ടിയിൽ നമുക്ക് യൂസ്ഡ് ആക്കി കൊടുക്കാൻ പറ്റും. OnePlus എന്ത് വില വരുന്നുണ്ട്? OnePlus Nord 2T അതൊക്കെ പുതിയത് റേറ്റ് വരുന്നത് 30 രൂപ വരുന്ന ഫോണാണ്. നമ്മൾ 6 മന്ത് വാറണ്ടിയിൽ കൊടുക്കുന്നത് 14,500. 14,500. അത് പകുതിയിലും താഴെ കൊടുത്തിട്ട് അതും 6 മന്ത് വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. നമുക്ക് EMI കിട്ടും. അതാണ് ഹൈലൈറ്റ്. ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു, ബെൽമുഡ. അതെ, ജപ്പാന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിന് വരുന്ന പ്രൈസ് ഫ്രഷ് ആട്ടോ, യൂസ്ഡ് അല്ല. ഫ്രഷ് വരുന്ന റേറ്റ് 12,500. ഇത് 1.25 ലക്ഷം രൂപ വില വരുന്ന സാംസങ്ങിന്റെ S24 Ultra. ഇത് രണ്ടും വെച്ചിട്ട് ഏതിനാണ് ക്യാമറ ക്ലാരിറ്റി കൂടുതൽ നമുക്ക് നോക്കാം. ഒരു സാധാരണക്കാരനും S24 Ultraന്റെ ക്യാമറ ക്ലാരിറ്റിയിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ബെൽമുഡ എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ട്. ഇതിന്റെ പ്രൈസ് 12,500 ആണ്. നമുക്കിത് ക്യാമറ നേരിട്ട് കാട്ടി കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഫോട്ടോ എടുത്തിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. രണ്ടെണ്ണത്തില് ഫോട്ടോസ് കറക്റ്റ് വെച്ചു ഷേക്കുന്നുണ്ടോ? കണ്ടില്ലേ? അടിപൊളിയാണ്. കുറച്ച് പിക്സൽ ഇതാണ്. പക്ഷേ അതെ, എന്നിരുന്നാലും പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ S24 Ultraന്റെ അതേ ക്ലാരിറ്റിയിലെ അതിനായിട്ട് ഒരു പടി ക്ലാരിറ്റി ആദ്യം നമ്മുടെ ഈ ബെൽമുഡന്റെ ഫോണിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഇതിന്റെ റേറ്റ് അതൊന്നല്ലല്ലോ വരിക. ഇതിപ്പോ ഇന്ത്യൻ നമ്മൾ യൂസ്ഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് വെക്കുന്നത്. ഇത് നല്ല പ്രൈസിൽ കമ്പനി ഇറക്കിയ ഫോണായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. ഇത് ജപ്പാൻ പീസ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ 10 days ചെക്കിംഗ് ഗ്യാരണ്ടിയിലാണ് ഈ പുതിയ ഫോൺ സെയിൽ ചെയ്യുന്നത്. 6 month ഗ്യാരണ്ടിയിലല്ല, 10 days ചെക്കിംഗ് ഗ്യാരണ്ടിയിലാണ് ഇത് കൊടുക്കുന്നത്. പറഞ്ഞില്ലേ, S24 Ultraനായിട്ടും ക്യാമറ ക്ലാരിറ്റി ഇല്ല. ബെൽമുഡന്റെ ഫോൺ 1.25 ലക്ഷം 12,500. ബ്ലിഷോപ്പറിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ള ഒരു സമയം കഴിഞ്ഞ മാസം ബ്ലിഷോപ്പറിൽ സ്റ്റോക്ക് വളരെ കുറവായിരുന്നു. നമ്മൾ ക്ലിയറൻസ് സെയിൽ നടത്തിയിട്ട് മാക്സിമം സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കി. ഇപ്പൊ 4-5 ദിവസമായിട്ടുള്ള ഫുള്ള് സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വന്ന് പ്രൈസ് കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ചിട്ട് ബോക്സ് പീസുകളുടെ എണ്ണം കൂട്ടിയിട്ട് എല്ലാ മോഡലും ഐഫോൺസ് എല്ലാ മോഡലും അതുപോലെ സാംസങ്ങിന്റെ S series എല്ലാ മോഡലും ചെറിയ ഞാൻ പറഞ്ഞ ഒരു കസ്റ്റമർ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ചോദിച്ചാലും ഇപ്പോൾ ഏതാണ്ട് പരമാവധി സ്റ്റോക്ക് ഉണ്ട്. അവർക്ക് എന്ത് ടൈപ്പ് മൊബൈൽ ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവരുടെ പ്രൈസ് റേഞ്ച് അനുസരിച്ച് വാറണ്ടി ഉള്ളതുണ്ട്, വാറണ്ടി ഇല്ലാത്തതുണ്ട്, ഷോപ്പറിൻ്റെ വാറണ്ടി ഉള്ളതുണ്ട്. ഇനി ഫ്രഷ് നോക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൈസിലൊക്കെ ഒരുപാട് വ്യത്യാസത്തിൽ എന്ത് ചെയ്യുക, കേരളത്തിൽ എവിടെ കിട്ടുകയാണെങ്കിൽ പ്രൈസ് കുറച്ചിട്ട് ഈ ഓപ്പോയുടെ വിവോയുടെ ഒക്കെ ബോക്സ് പൊട്ടിച്ചെടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയ 4,000 മുതൽ ഒരു 10,000, 12,000, 13,000, 15,000 വരെ. ഇനിയിപ്പോൾ S24 Ultra ഒക്കെ ആണെങ്കിൽ 25,000 രൂപ വരെയൊക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രഷ് ഫോൺ കസ്റ്റമർക്ക് ബോക്സ് പൊട്ടി യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് വർഷത്തെ വാറണ്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി മോട്ടോഴ്സിന് തൊട്ടടുത്ത് ടൊയോട്ടൻ്റെ ഷോറൂമിൻ്റെ മുകളിലാണ്. പുതിയ ടൊയോട്ട ഷോറൂം അല്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ട് കസ്റ്റമർക്ക് നോക്കിയെടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് വരാം. കേരളത്തിൻ്റെ പല ഭാഗത്തും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയുടെ പല ഭാഗത്തുള്ള കസ്റ്റമർ നേരിട്ട് ഇവിടേക്ക് വരലുണ്ട്. ഒരു വട്ടം വരും, പിന്നെ അവർക്ക് അവരുടെ കെയർ ഓഫിൽ ആവശ്യമുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഓർഡർ ചെയ്യും. ആ രീതിയാണ് പതിവ്. ഇനി അതല്ല എവിടെ ഉള്ള കസ്റ്റമർക്കാണെങ്കിലും ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ അയച്ചു കൊടുക്കും. പിന്നെ അവർക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 3 ദിവസം വരെ ക്യാഷ് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 10 ദിവസം വരെ പ്രൊഡക്റ്റ് മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 6 month വാറണ്ടി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ബ്ലിഷോപ്പറിൽ 100% ആളുകൾക്ക് വിശ്വസിച്ചിട്ട് നമ്മളെ കൺസെപ്റ്റ് തന്നെയാണ് യൂസ്ഡ് മൊബൈലിൻ്റെ മേഖലയിൽ ആളുകൾക്കൊരു വിശ്വാസത്തിൽ ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതാണ് ബ്ലിഷോപ്പർ. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ കേരളത്തിൽ
മീഡിയയിൽ കൂടി തന്നെ, അതായത് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റ, അങ്ങനെ പബ്ലിക്കിലാണ് കച്ചവടം ചെയ്യുന്നത്. എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി നിർത്താൻ. അതെ, നിർത്തി പോകണം. നല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് പരമാവധി പ്രൈസ് കുറച്ചിട്ട്, നമുക്ക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. നല്ല പ്രൊഡക്റ്റ് മാത്രമേ ബ്ലിഷോപ്പറിൽ എടുക്കുകയും സെയിൽ ചെയ്യുകയും ചെയ്യും. അല്ലാതെ എന്തെങ്കിലും ഡിസ്പ്ലേ ചേഞ്ച് ആളുകൾ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സെയിലോ കാര്യങ്ങളോ ബ്ലിഷോപ്പറിൽ ചെയ്യില്ല. 100% ഓക്കെയുള്ള കസ്റ്റമർക്ക് വേണ്ടുന്ന രീതിയിൽ ഫിനാൻസ് എല്ലാം ചെയ്തിട്ട് പറഞ്ഞില്ല, ഒരു ഫോണിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ബ്ലിഷോപ്പറിലേക്ക് വന്നാൽ അവരെ ബുദ്ധിമുട്ടാക്കാതെ, അവരെ എന്താ പറയുക മുഷിപ്പിക്കാത്ത രീതിയിൽ നല്ല പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ ഇനി ഒരുപാട് പ്രൊഡക്റ്റുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ഞാൻ എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം, കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. പരമാവധി എല്ലാവർക്കും നമ്മൾ നല്ല ഓഫർ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.